ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് ഷാജഹാനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഷാജഹാൻ, ഈ കണക്കിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കണക്കുകൾ അതിൽ നോക്കൂ. ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ് ബ്രാക്കറ്റിൽ ആക്ച്വൽസ് 4 കോടി, ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് അത് 10 കോടി, അക്കമഡേഷൻ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 15 കോടി, വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ അതും ബ്രാക്കറ്റിൽ ആക്ച്വൽസ് 12 കോടി, കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ് ആലീഡ് വർക്ക് അതും ബ്രാക്കറ്റിൽ ആക്ച്വൽസ് കൊടുത്തിരിക്കുന്നു 1 കോടി, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ടോർച്ചസ്, റെയിൻകോട്ട്സ്, അംബ്രല ആൻഡ് ഗം ബൂട്ട്സ് അത് 2,98,00,000 രൂപ, മെഡിക്കൽ കെയർ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 2,02,00,000 രൂപ. സർക്കാർ പറയുന്നു ഇതൊക്കെ എസ്റ്റിമേറ്റ് തുകയാണ്. പക്ഷേ അതേസമയം ആക്ച്വൽസ് എന്ന ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ഒരാൾ എന്ന നിലയിൽ എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഇത് കാണുന്ന ഈ സംവാദം കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും വിധം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു ഷാജഹാൻ. അല്ല, ഇതിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല വിധിയാണ്. ഇങ്ങനെ സെപ്റ്റംബർ 6-ാം തീയതി ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും പിന്നെ വേറൊരു ന്യായാധിപൻ അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ഈ വയനാട് വിഷയത്തിൽ ഹൈക്കോടതി ഒരു സ്വമേധയാ കേസെടുത്തിരുന്നു. ആ കേസിൽ ഈ സെപ്റ്റംബർ 6-ാം തീയതി പുറപ്പെടുവിച്ച ഒരു ഇടക്കാല വിധിയിൽ ആണ് ഇപ്പോൾ ഈ വിവാദമുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗങ്ങളിലാണ് ഈ കണക്കുകൾ, ഇപ്പോൾ പാനിൽ പറഞ്ഞ കണക്കുകളൊക്കെ വന്നിട്ടുള്ളത്. ആ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി അതിനകത്ത് 2 കാര്യങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, അതിനകത്ത് കുറേ ആക്ച്വൽസ് കൊടുത്തിട്ടുണ്ട്. അത് അനിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ കുറേ ആക്ച്വൽസ് വേറെ കിടപ്പുണ്ട്. ഇപ്പോൾ 350 മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൃതദേഹം ഒന്നിന് 75,000 രൂപ, 2,76,00,000 രൂപ എന്നൊക്കെ പറഞ്ഞ് കുറേ ആക്ച്വൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാനം കുറേ എസ്റ്റിമേറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ചെലവഴിച്ച ആക്ച്വൽ തുക, അതാണ് ആക്ച്വൽ എന്ന് പറയുന്നത്. ആ തുക ചെലവഴിക്കപ്പെട്ട തുകയാണ്, അതാണ് ആക്ച്വൽസ്. എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെലവഴിച്ചത് വേണമെങ്കിൽ വരാം, പക്ഷേ ഇനിയും ചെലവഴിക്കാൻ കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇത്ര കണക്കാക്കുന്നു. കണക്കാക്കുക എന്നുള്ളതിനാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം ചെലവഴിച്ച തുകയല്ലത്, പക്ഷേ അതിനകത്ത് വേണ്ട ചെലവഴിച്ച തുക ഉൾപ്പെടാം. ചെലവഴിച്ച തുകയും ഇനി ചെലവഴിക്കാൻ സാധ്യതയുള്ള തുകയും കൂടെ ചേർന്നിട്ടുള്ള ഒരു തുകയാണ് എസ്റ്റിമേറ്റ്. അതുപോലെ തന്നെ ഇപ്പം പിന്നെ എത്ര തുക ഒരു മേഖലയ്ക്ക് വേണ്ടി വരും എന്ന് നമ്മളിപ്പോൾ തന്നെ കണക്കാക്കുന്നു, അതിനും എസ്റ്റിമേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് 2ഉം കൂടെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതിൽ അനിൽ പറഞ്ഞത് മുതൽ വേറെ കുറേ കാര്യങ്ങൾ ആക്ച്വൽസിൽ കിടപ്പുണ്ട്. അതിൽ അനിലിപ്പോൾ പറഞ്ഞ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ആക്ച്വൽസാണ് അനിലിപ്പോൾ വായിച്ചിട്ടുള്ളത്. അതെല്ലാം കൂടെ ഏതാണ്ട് 47 കോടി രൂപ വരും. പിന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ബൈ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഹെവി എക്യുപ്മെൻറ്റ്സ് JCB അതിന് 15 കോടി രൂപ, ഡ്രോണ് അതുമായി ബന്ധപ്പെട്ട് 3 കോടി രൂപ, DNA സാമ്പിളിങ്ങിന് 3 കോടി രൂപ, അതുപോലെ തന്നെ റിലീഫ് മെഷേഴ്സ് ടെമ്പററി അക്കോമഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 31 റിലീഫ് ക്യാമ്പിൽ ജീവിക്കുന്ന 5,700 പേർക്കുള്ള ചിലവ് ആക്ച്വൽസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഫുഡിന് 8 കോടി രൂപ, ക്ലോത്തിങ്ങിന് 11 കോടി രൂപ, മെഡിക്കൽ കെയറിന് 8 കോടി രൂപ, അതിനാവശ്യമായിട്ടുള്ള ജനറേറ്ററിന് 7 കോടി രൂപ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിലീഫ് മെഷേഴ്സ് എയർ ഡ്രോപ്പിംഗ് അത് 17 കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആക്ച്വൽസാണ്. അവസാനം വന്നിട്ട് പറയുന്നത് 1 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തുനിന്ന് ചെളി നീക്കുന്നതിന്, അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് കേട്ടോ, 1 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് നിന്ന് ചെളി നീക്കുന്നതിന് 60 ദിവസത്തേക്ക് ഒരു ദിവസം 60 ലക്ഷം രൂപ കണക്കാക്കി. 36 കോടി രൂപയാണ് ചെളി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ പിണറായി സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ദിവസം 60 ലക്ഷം രൂപ. അതിൻ്റെ അവസാനമാണ് 380 മൃതദേഹങ്ങൾ മറവ് ചെയ്യാനായിട്ട് ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ചുകൊണ്ട് 2,76,00,000 രൂപ. ഞാൻ അത് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വൽസ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ
വേറെ കുറേ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ടൂറിസത്തിന് നഷ്ടപ്പെട്ട ഇത് എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ 50 കോടി രൂപ, പിന്നെ 13 കോടി രൂപ, ഇത് 15 കോടി രൂപ പിന്നെ കാർഷിക മേഖലയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ 3 സ്കൂളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പണിയാൻ വേണ്ടിയിട്ട് 18 കോടി രൂപ. 3 പാലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പണിയാൻ വേണ്ടിയിട്ട് 2-3 കോടി രൂപ. 1-2 കിലോമീറ്റർ റോഡ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ളതെല്ലാം എസ്റ്റിമേറ്റുകളാണ്. ആ എസ്റ്റിമേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കണക്കാക്കുന്ന തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വായിച്ചത് മുഴുവൻ ആക്ച്വൽസ് ആണ്. അപ്പോൾ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അത് ചെലവഴിച്ചിട്ടുള്ള തുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം സർക്കാർ പറഞ്ഞിട്ടുള്ള ഈ പ്രതികരണം ശുദ്ധ അസംബന്ധവും നട്ടാൽ കുരുക്കാത്ത നുണയുമാണെന്നാണ്. കാരണം സർക്കാർ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇത് മുഴുവൻ എസ്റ്റിമേറ്റാണ്. അല്ല. എന്നാൽ എസ്റ്റിമേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എസ്റ്റിമേറ്റ് ഉണ്ട്. പക്ഷേ വിവാദമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ആക്ച്വൽസ് ആണ്. അത് നമ്മൾ ഓരോന്നോരോന്നായി നമ്മളൊന്നെടുത്തേ. ഇപ്പോൾ 359 മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ, സംസ്കരിക്കാൻ ഒരു മൃതദേഹത്തിന് 75,000 രൂപ ശുദ്ധ അസംബന്ധവും ഏറ്റവും വലിയ വൃത്തികേടുമല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളവിടെ കണ്ടതാണല്ലോ 350 മൃതദേഹങ്ങൾ അടക്കുന്നത്. എത്ര വികാരസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. ആ മൃതദേഹം അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൗജന്യമായിട്ടല്ലേ അവിടെ നടന്നത്. സൗജന്യമായിട്ട് ആളുകൾ പിന്നെ അവിടെ പ്രവർത്തിക്കുന്നു, സൗജന്യമായിട്ട് JCB കൊണ്ട് കുഴി ഉണ്ടാക്കുന്നു, ആ കുഴിക്കകത്ത് മൃതദേഹങ്ങൾ വെക്കുന്നു. ചിലയിടത്ത് മൃതദേഹം പോലുമില്ല, കൈയൊക്കെ വെച്ച ചില സാഹചര്യങ്ങളുണ്ട്. ഷാജഹാൻ, ഞാൻ 6 ദിവസം ആ സ്പോട്ടിലുണ്ടായിരുന്നു. ഈ 6 ദിവസവും എല്ലാ കാര്യങ്ങളും അടുത്ത് നിന്ന് നോക്കിക്കാണാനും സാധിച്ചിട്ടുണ്ട്. അവിടെ JCB, ഹിറ്റാച്ചി, അതൊക്കെ സമീപ ജില്ലകളിൽ നിന്ന് അവരുടെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. കൃത്യമായിട്ട് അവർ പറഞ്ഞതാണ്, ഞങ്ങൾ ഒരു നയാ പൈസ വാങ്ങാതെയാണ് ഞങ്ങളുടെ സേവനം വിട്ടുകൊടുത്തിരിക്കുന്നത് എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർ ഇതിന് ഇത്രയും തുക ചെലവഴിച്ചു എന്ന് പറയുന്നത്? അപ്പോൾ അനിൽ, അതിനകത്ത് വരുന്നത് എന്താണ്? അതിനകത്ത് വരുന്നത് ഇത് സൗജന്യമായിട്ടാണ് ഇത് മുഴുവൻ അവിടെ ചെലവഴിച്ചത് എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിനാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും, 31 റിലീഫ് ക്യാമ്പിൽ 5789 പേർ. അവർക്ക് ഫുഡിന് 8 കോടി. അസംബന്ധമല്ലേ? അവിടെ ഒരു നയാ പൈസയുടെ ഫുഡിനി കൊണ്ടുപോകരുത്, കൊണ്ടുചെല്ലരുത്, ആവശ്യമുള്ളവർക്ക് മുഴുവൻ ഫുഡ് ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയത് വയനാട് ജില്ലാ ഭരണകൂടമല്ലേ? അതെ. അതുപോലെ തന്നെ അവിടെ ആ റിലീഫ് ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് 11 കോടി രൂപയുടെ വസ്ത്രം, ഒരു തരി വസ്ത്രം അവിടെ മല പോലെ അവിടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിരുന്നത് നമ്മൾ കണ്ടതല്ലേ? എന്ന് മാത്രമല്ല, ആ 5789 പേർക്ക് വൈദ്യസഹായത്തിന് 8 കോടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5789 പേർക്ക് വൈദ്യസഹായം. അവിടുത്തെ ജനറേറ്ററിന് 7 കോടി. ഞാൻ പറഞ്ഞു ചേച്ചി, നമ്മളിതിനകത്ത് കാണേണ്ടത് നമ്മൾ എത്ര മലീമസമാണ് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അവിടെ ആ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ സൗജന്യമാണെന്നറിയാവുന്ന ഭരണകൂടം, നമ്മളെക്കാളും ആ സൗജന്യമാണെന്നറിയാവുന്ന ഭരണകൂടത്തിനാണല്ലോ. ആ ഭരണകൂടം ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മൃതദേഹം വെച്ച് വിറ്റ് കാശാക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം? പിന്നല്ലാതെ. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ, ഇനി വാങ്ങിക്കുന്നു തന്നെ വിചാരിക്കുക, ഒരു 5,000 രൂപ കൂടുതൽ പോട്ടെ, ഒരു 10,000 രൂപ കൂടുതൽ എങ്ങനെയാണ് അല്ലേ വാങ്ങിക്കാൻ കഴിയുക? അപ്പോൾ ഇത് സ്വാഭാവികമായും ഇത് വലിയ ഒരു ദുരന്തം വിറ്റ് കാശാക്കുന്ന ഏറ്റവും അധമമായൊരു പ്രവർത്തനം. ഞാൻ അവസാനം പറഞ്ഞല്ലോ, ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് നിന്ന് ചെളി വാരി മാറ്റാൻ ഒരു ദിവസം 60 ലക്ഷം രൂപ മേടിക്കുന്ന ഇവന്മാരെ എന്തു പേരിലാണ് നമുക്ക് വിളിക്കാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുന്നത് എന്താണ്? കൊള്ളക്കാർ പോലെ നാണിച്ചു പോകും. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇത് കള്ളക്കണക്കുകൾ മുഴുവൻ മാധ്യമങ്ങൾ ആണോ? യഥാർത്ഥത്തിൽ ഈ കള്ളക്കണക്ക് മുഴുവൻ കൊണ്ടുവന്ന ഭരണാധികാരികളല്ലേ? അതെ. യഥാർത്ഥത്തിൽ ഭരണാധികാരികളല്ലേ ഈ സംസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തിരിക്കുന്നത്? ഭരണാധികാരികളുടെ ഇത്തരം കൃത്രിമമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യത പോയതുകൊണ്ട് ഇനി നമ്മൾ വിചാരിക്കുന്ന പൈസയുടെ പകുതി പൈസ പോലും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണകൂടമാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ ഈ കണക്കുകൾ നമ്മളോട് പറയുകയാണ്. അതാണ് അവസ്ഥ.